വൈകിട്ട് സ്കൂളൊക്കെ വിട്ട് വരുന്ന നമ്മുടെ കുട്ടീസിന് ഒരുപാട് മെനക്കേടൊന്നുമില്ലാതെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല അടിപൊളി സ്നാക്സിന്റെ റെസിപ്പി ആട്ടോ ഇന്നത്തേത്. സിമ്പിൾ ആയിട്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ചൂടോട് കൂടി സോസിന്റെയും അതേപോലെ തന്നെ നല്ല ചൂട് ചായയുടെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളിയായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കമന്റ്സ് ഒക്കെ മറക്കാതെ അറിയിക്കണേ. കണ്ടു നോക്കിയാലോ എങ്ങനെ നമ്മുടെ റെസിപ്പി ചെയ്തെടുക്കുന്നതെന്ന്. വായുന്നതിന് അതിനായിട്ട് ചെറിയൊരു മസാല ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് മെനക്കേടൊന്നും ഇല്ലാത്ത സിമ്പിൾ ആയിട്ടുള്ള ഒരു മസാല തന്നെയാട്ടോ. അതിനായിട്ട് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവാള ഇതേപോലെ പൊടിയായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്നും കൂടെ സോഫ്റ്റ് ആയിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അതേപോലെ തന്നെ ഒരു 2 പച്ചമുളക് എരിവിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 2 തണ്ട് കറിവേപ്പില പൊടിയായിട്ട് കട്ട് ചെയ്തും ഇതേപോലെ കുറച്ച് മല്ലിയില, ഒരു ചെറിയൊരു പിടി മല്ലിയിലയും ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇളക്കി നല്ലോണം പച്ചമണമൊക്കെ മാറി വരുന്നവരെ ഒന്നങ്ങ് വെയിറ്റ് ചെയ്യാവേ. നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആണെന്നുണ്ടെങ്കിലും പച്ചമണമൊക്കെ നന്നായിട്ട് മാറി സവാളയൊക്കെ ആയിട്ട് പതുക്കെ ഒന്നും കൂടി യോജിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്യാസിന്റെ ഫ്ലെയിം ഈ സമയത്തൊക്കെയും ഏറ്റവും ലോ ഫ്ലെയിമിലാട്ടോ വെച്ചിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ, ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. പൊടികളായിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് വേണ്ടി നമ്മൾ മുളക് ചേർത്തുകൊണ്ടാണ് വേറെ എക്സ്ട്രാ മുളക് പൊടിയൊന്നും ചേർക്കാത്തത്. മുളകിന് എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം ഈ സമയത്ത് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്താൽ മതി. അങ്ങനെ പച്ചമണമൊക്കെ മാറി വന്നപ്പോൾ 2 മുട്ടയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ മിക്സുമായിട്ട് നമ്മുടെ മസാലയായിട്ട് നല്ലോണം തന്നെ ഇതേപോലെ ഒന്നും കൂടി യോജിപ്പിച്ചെടുക്കുക. സാധാരണ നമ്മൾ മുട്ടയൊക്കെ ചിക്കി എടുക്കില്ലേ, അതേപോലെ തന്നെ ഇതേപോലെ ഇങ്ങോട്ട് റെഡിയാക്കി എടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ മുട്ട ഇതേപോലെ ഇങ്ങോട്ട് ചിക്കി എടുത്താലുണ്ടല്ലോ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്ര സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല അടിപൊളി മിക്സ് ആണ് കേട്ടോ. ഒട്ടും തന്നെ കുഴഞ്ഞൊന്നും പോവാതെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മതി. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതിന്റെ വലിയ ചൂടൊന്ന് ആറാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ മിക്സിയുടെ വലിയ ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നല്ലോണം ഒന്നുകൂടെ കുഴച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു 3 ബ്രെഡ് മിക്സിയുടെ ജാറിൽ നല്ലോണം തന്നെ ഒന്നുകൂടെ പൊടിച്ചെടുത്തതാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാവേ. ബ്രെഡിന്റെ സൈഡ് ഒന്നും കളഞ്ഞതല്ല കേട്ടോ, അല്ലാതെ ഇങ്ങോട്ട് പൊടിച്ചെടുത്തതാണ്. അപ്പൊ ആദ്യമേ കുറച്ച് കുറച്ച് ചേർത്ത് നമ്മുടെ ഈ മുട്ടയുടെ മിക്സുമായിട്ട് നന്നായിട്ട് തന്നെ ഇതേപോലെ ഒന്നും കൂടി യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ കയ്യിൽ എടുത്ത് ഷേപ്പാക്കി നോക്കുമ്പോൾ ഒട്ടും തന്നെ വിട്ട് പൊടിഞ്ഞൊന്നും പോരാത്ത രീതിയിൽ നല്ല കട്ടി ഉണ്ടാവണം. കണ്ടതാ ഇതേപോലെ നല്ല മുറുക്കം വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ ബ്രെഡ് കുറച്ച് ചേർത്ത് ഒന്നും കൂടി മിക്സ് ആക്കി നോക്കുക. വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടി ചേർത്താൽ മതി. ഞാനിവിടെ ഒരു 3 ബ്രെഡ് പൊടിച്ചത് മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ സ്നാക്സിന്റെ മിക്സ് ബ്രെഡുമായിട്ട് നന്നായിട്ട് തന്നെ ഒന്നും കൂടി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ. ഞാനിവിടെ ഇതേപോലെ കട്ട്ലേറ്റിന്റെ ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. ബ്രെഡൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല മുറുക്കത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒട്ടും തന്നെ വിട്ടൊന്നും പോവാതെ നല്ല അടിപൊളി ഷേപ്പിലാക്കി നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ മിക്സും ഇതേപോലെ തന്നെ പെട്ടെന്ന് ഇവിടെ റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള 6 കട്ട്ലേറ്റ് ആട്ടോ നമുക്ക് ഇവിടെ കിട്ടുന്നത്. കണ്ടോ, ഒരുപാട് വലുതുമല്ല എന്നാൽ തീരെ അങ്ങോട്ട് ചെറുതുമല്ല, ഒരു മീഡിയം വലിപ്പത്തിലുള്ള 6 എണ്ണമാണ് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഒരു 2 മുട്ടയും അതേപോലെ തന്നെ 3 ബ്രെഡിയും. ഇപ്പോൾ സാധാരണ നമ്മൾ കട്ട്ലേറ്റിനൊക്കെ ഒന്നുകൂടി കോട്ട് ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഒരു 1/4 കപ്പ് മൈദയും അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ ഒന്നും കൂടെ റെഡിയാക്കി എടുക്കുക കേട്ടോ. ഒരുപാട് വെള്ളം കൂടിപ്പോയി നന്നായിട്ട് ലൂസ് ആവുകയും ചെയ്യരുത്, അതേപോലെ തന്നെ വെള്ളം കുറച്ച് നല്ല കട്ടിയും ആവരുത്. ഈ ഒരു പരുവത്തിൽ വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. മൈദയുടെ മിക്സിന് പകരം വേണമെന്നുണ്ടെങ്കിൽ 2 കോഴിമുട്ട നല്ലോണം തന്നെ ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുത്താലും മതിയാവും. അതിന്റെ കൂടെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് കൂടി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോ കട്ട്ലേറ്റും മൈദയുടെ മിക്സിലും അതേപോലെ തന്നെ ബ്രെഡ് ക്രംസിലും നന്നായിട്ട് തന്നെ ഒന്നും കൂടെ കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടതാ ഇതേപോലെ നമ്മുടെ ഈ ബ്രെഡ് ക്രംസിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 റസ്ക് ആണെന്നുണ്ടെങ്കിലും മിക്സറെ ജാറിൽ നന്നായിട്ടൊന്ന് പൊടിച്ച് അത് ചേർത്താലും മതിയാവും. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 2 ബ്രെഡ് ഇതേപോലെ നന്നായിട്ട് ഉണങ്ങിയ ഒരു മിക്സറെ ജാറിൽ പൊടിച്ച് ബ്രെഡ് ക്രംസ് റെഡിയാക്കി എടുത്താലും മതിയാവും കേട്ടോ. ബാക്കി എല്ലാ സ്നാക്സും ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്നും കൂടി കോട്ട് ചെയ്ത് നല്ല ചൂടായ ഓയിലിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കലാണ് ഇനി ചെയ്യുന്നത്. കണ്ടതാ എല്ലാം നന്നായിട്ട് തന്നെ ഒന്നും കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഓയിലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ഓരോ കട്ട്ലേറ്റും അങ്ങോട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഗ്യാസിന്റെ ഫ്ലെയിം ഒരു മീഡിയത്തിൽ മാത്രമായിട്ടോ വെക്കാവുള്ളൂ. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പുറമ്പാവുകയാണെങ്കിൽ നന്നായിട്ട് മുരിഞ്ഞു പോരും. അതേപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് എണ്ണ കുടിക്കുകയും ചെയ്യും. ഇതേപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2 വശം നന്നായിട്ട് തന്നെ കളറൊക്കെ ഒന്ന് മാറി ഇതേപോലെ ഇങ്ങോട്ട് മുരിഞ്ഞു വരുന്നത് വരെ റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ സമയം കളയാതെ ഇതിങ്ങോട്ട് കോരി മാറ്റി വെച്ച് അടുത്ത ബാച്ചും ഇതേപോലെ പെട്ടെന്ന് ഇങ്ങോട്ട് റെഡിയാക്കി എടുക്കാം.
അപ്പൊ കണ്ടല്ലോ, ഇതാ ഇത്ര സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല അടിപൊളി കട്ട്ലേറ്റിന്റെ റെസിപ്പി തന്നെയാണ്. കണ്ടോ? 2 മുട്ടയും അതേപോലെ തന്നെ ബ്രെഡും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് സിമ്പിളായിട്ട് മസാല റെഡിയാക്കി എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാം ട്ടോ. ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് തണുത്തൊന്നും പോവാതെ ചെറു ചൂടോടുകൂടി നല്ലൊരു ചൂട് ചായയുടെയും അതേപോലെ തന്നെ ടൊമാറ്റോ സോസിന്റെയോ ചില്ലി സോസിന്റെയോ ഒക്കെ കൂടെ അടിപൊളിയായിട്ട് ഇരുന്ന് കഴിക്കാം ട്ടോ. കൂടെ തന്നെ കമന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ. അതേപോലെ തന്നെ വീഡിയോ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. നമുക്കിപ്പോൾ ഇതേപോലുള്ള പുതിയ പുതിയ നല്ല അടിപൊളി വീഡിയോസും റെസിപ്പീസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുക. ബൈ.